ഹലോ എവരിവൺ, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. HSI നാച്ചുറൽ സയൻസ് എക്സാമിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് എല്ലാവരും അറിയാം. അപ്പോൾ അതിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒന്ന് വായിച്ചു നോക്കാം. അമിനോ ആസിഡിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പിനെ ഒരു കീറ്റോ ആസിഡിന്റെ കീറ്റോ ഗ്രൂപ്പുമായി വെച്ചു മാറുന്നത് ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് എന്നാണ്. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് NCERT ഫാക്ട് ആണ്. NCERT എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. +1 ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു ഫാക്ട് ആണ്, അല്ലെ? ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അമിനോ ആസിഡിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പിനെ ഒരു കീറ്റോ ആസിഡിന്റെ കീറ്റോ ഗ്രൂപ്പുമായി വെച്ചു മാറുന്നതിന് പറയുന്ന പേര്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ട്രാൻസമിനേഷൻ, നിരോക്സീകരണ അമിനേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ കേട്ട ടേംസ് ആയിരിക്കും. ട്രാൻസമിനേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ്. നൈട്രജൻ മെറ്റബോളിസം എന്നൊക്കെ പറഞ്ഞുള്ള ആ ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. എയും ബിയും എന്ന് പറഞ്ഞ രണ്ടും ആൻസർ ആണോ എന്ന് ചോദിക്കുന്നു. ദെൻ ഇവയൊന്നുമല്ല, അങ്ങനെയാണ് കൊടുത്തത്. ഏതാണ് ആൻസർ? അപ്പൊ എന്തായാലും ഈ ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഹെഡിങ്. ഓപ്ഷനിൽ നിങ്ങൾ കാണുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. റിഡക്റ്റീവ് അമിനേഷൻ എന്ന് പറയുന്നതിനെയാണ് നിരോക്സീകരണ അമിനേഷൻ എന്ന് കൊടുത്തത്. റിഡക്റ്റീവ് അമിനേഷന്റെ മലയാളമാണ് നിരോക്സീകരണ അമിനേഷൻ. ട്രാൻസമിനേഷൻ എന്നതാണ് അടുത്ത ഹെഡിങ്. ആക്ച്വലി ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് ഹെഡിങ്ങും എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫേറ്റ് ഓഫ് അമോണിയ അല്ലെങ്കിൽ അമോണിയയുടെ ഭാവി എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. നമുക്കറിയാം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണെങ്കിൽ പോലും സസ്യങ്ങൾക്ക് നൈട്രജനെ ഡയറക്റ്റ് ഉപയോഗിക്കാനുള്ള കഴിവില്ല, അല്ലെ? അപ്പൊ അത് നൈട്രേറ്റിന്റെ അല്ലെങ്കിൽ നൈട്രജന്റെ ഒരു കോമ്പൗണ്ട് രൂപത്തിലേക്ക് മാറി മണ്ണിലെത്തി മണ്ണിൽ കൂടെ വേര് വഴിയാണ് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുക. അപ്പൊ അന്തരീക്ഷത്തിലെ നൈട്രജനൊക്കെ പിടിച്ച് അമോണിയ, അല്ലെ, അതേപോലെ നൈട്രേറ്റ് ഇങ്ങനെയുള്ള രൂപങ്ങളിലൊക്കെ ആക്കി മാറ്റുന്നതിന് നമ്മൾ നൈട്രജൻ സ്ഥിരീകരണം എന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക. ഈ നൈട്രജൻ അമോണിയായി മാറിക്കഴിഞ്ഞാൽ ഈ അമോണിയ പിന്നെ എങ്ങനെയാണ് സസ്യങ്ങൾക്ക് കിട്ടുന്നത്, ഏതൊക്കെ രൂപത്തിലേക്കാണ് അമോണിയ മാറുന്നത്, അതിനെപ്പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ ഫേറ്റ് ഓഫ് അമോണിയ എന്ന് പറയുന്ന ഹെഡിങ് ഇട്ടിട്ട് പറയുന്നത്. റെഡി? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നോക്കുക, സാധാരണ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന pH-ൽ അമോണിയ പ്രോട്ടോണിനെ സ്വീകരിച്ച് അമോണിയം അയോൺ ആയിട്ട് മാറുന്നു. ഭൂരിപക്ഷം സസ്യങ്ങൾക്കും നൈട്രേറ്റും അമോണിയം അയോണും സ്വാംശീകരിക്കാൻ കഴിയുമെങ്കിലും അമോണിയം അയോണുകൾ സസ്യങ്ങളെ വിഷലിപ്തമാക്കുന്നതിനാൽ അവ സസ്യങ്ങളിൽ ശേഖരിച്ചു വെക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ അമോണിയന്റെ രൂപത്തിലാണെങ്കിലും അമോണിയന്റെ രൂപത്തിൽ അവർക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയുന്നില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ്? അതുകൊണ്ട് സസ്യങ്ങള് ഇതിനെ പ്രധാനമായിട്ടും മറ്റുള്ള രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അമോണിയ ഉപയോഗിച്ച് സസ്യങ്ങള് അതിൽ നിന്ന് അമിനോ ആസിഡ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നതും സംഭരിക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ രണ്ട് മെത്തേഡാണ് റിഡക്റ്റീവ് അമിനേഷനും ട്രാൻസമിനേഷനും. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നിരോക്സീകരണ അമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അമോണിയ ആൽഫ കീറ്റ ഗ്ലൂട്ടാറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതല്ല ശരിക്കും നമ്മളെ ക്വസ്റ്റ്യനിൽ വന്നത്. നമ്മളെ ക്വസ്റ്റ്യനിലുള്ളത് ഏതാണ്? ഇതാണ്. ഓക്കെ, ട്രാൻസമിനേഷൻ ആണ് നമ്മളെ ആൻസർ. എന്തായാലും ഇതും കൂടെ ഒന്ന് നോക്കാം. അമോണിയ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡുമായി ചേരുന്നു. അപ്പൊ അമോണിയ ഉണ്ടാവുന്ന അമോണിയ എന്ത് ചെയ്യാണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡുമായിട്ട് ചേർന്ന് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡ് തന്നെയാണ്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ രൂപത്തിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ റിഡക്റ്റീവ് അമിനേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. എനർജി ഉപയോഗിക്കുന്നുണ്ട്. NADPH രൂപത്തിൽ എനർജിനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാം, അല്ലെ? അപ്പൊ ഈ കൺവേർഷനെ റിഡക്റ്റീവ് അമിനേഷൻ അല്ലെങ്കിൽ നിരോക്സീകരണ അമിനേഷൻ എന്നാണ് പറയാം. രണ്ടാമത്തെ മെത്തേഡാണ് ട്രാൻസമിനേഷൻ. അവിടെയാണ് ഒരു അമിനോ ആസിഡിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പിനെ ഒരു കീറ്റോ ആസിഡിന്റെ കീറ്റോ ഗ്രൂപ്പുമായി വെച്ച് മാറുന്നു. അപ്പൊ ഇവിടെ ചിത്രത്തിൽ ക്ലിയർ ആണ്. ഇതൊരു അമിനോ ആസിഡിന്റെ ചിത്രമാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ അമിനോ ഗ്രൂപ്പിനെ കൊടുക്കുന്ന ആളാണ്, ദാതാവായിട്ട് ഒന്നിനെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഇവിടെ എന്താ നോക്കിയേ, അമിനോ ഗ്രൂപ്പിനെ സ്വീകർത്താവ് എന്നാണ് കൊടുത്തത്. അപ്പൊ ഇതിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പിനെ ഇവിടെയുള്ള ആളെന്ത് ചെയ്യാണ്? സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ അടുത്ത ചിത്രത്തിൽ ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്താണ് വ്യത്യാസം നോക്കി, ഇവിടെ നോക്കുക, ഇവിടുത്തെ നമ്പർ ഇത് R1 ആണ്, ഇത് R2 കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അടുത്ത ചിത്രത്തില് ഇവിടെ വരെയൊക്കെ ശരിയാണ്. R1 ആണെങ്കിലും ഈ C ആണെങ്കിലും എല്ലാം ഓക്കെ. പക്ഷെ ഇതാണ് കീറ്റോ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. ഏതാ? ഇതാണ് അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം, ഇതാണ്, അല്ലെ? അപ്പൊ ഇതിന്റെ ഈ ഭാഗത്ത് ഇവിടെ നിന്നുള്ള കീറ്റോ ഗ്രൂപ്പ് ഇവിടേക്ക് വരികയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ നിന്നുള്ള കീറ്റോ ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? ഇവിടേക്ക് വരുവാണ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ഈ ഒരു സാധനം.
അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് പകരം ആര് വരികയാണ്? ഇവിടെയുള്ള അമിനോ ഗ്രൂപ്പ്. അപ്പൊ അമിനോ ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ കോമ്പിനേഷൻ ഉണ്ടാവുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രാൻസമിനേഷൻ എന്ന് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. അമിനോ ആസിഡിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പിനെ കീറ്റോ ആസിഡിന്റെ കീറ്റോ ഗ്രൂപ്പുമായി വെച്ച് മാറുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസമിനേഷൻ. അപ്പൊ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന്റെ കേസ് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? അമോണിയ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഗ്ലൂട്ടാമിക് ആസിഡായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? അതാണ് ഇത് റിഡക്റ്റീവ് അമിനേഷൻ അല്ലെങ്കിൽ നിരോക്സീകരണ അമിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണ് എന്ന് വിചാരിക്കാം. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പൂർണ്ണമായി വേർതിരിക്കപ്പെട്ട സസ്യകോശമോ അഥവാ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ സസ്യകോശമോ വീണ്ടും വിഭജിച്ച് പുതിയ ഒരു സസ്യമായി വികസിക്കാനുള്ള കഴിവിന് പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായോ? ടിഷ്യൂ കൾച്ചർ അല്ലെ, പ്ലാന്റ് ടിഷ്യൂ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കോശം അല്ലെങ്കിൽ ടിഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് വളർത്തിയെടുത്ത് പൂർണ്ണ വളർച്ച എല്ലാ ഭാഗങ്ങളോടും കൂടിയ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കണ്ടീഷൻ ഒക്കെ ഒരുക്കി കൊടുക്കണം. ലബോറട്ടറിയിൽ ആവശ്യമായിട്ടുള്ള മീഡിയം, ടെമ്പറേച്ചർ, pH ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ അവർ വിഭജിച്ച് പുതിയ സസ്യമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ മാറാനുള്ള ആ സെൽസിന്റെ അല്ലെ ആ ടിഷ്യൂവിന്റെ കഴിവുണ്ട്. ആ കഴിവിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ്: ഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ, ഡീഡിഫറൻഷിയേഷൻ, ടോട്ടിപൊട്ടൻസി, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തത്. ആൻസർ എന്താണെന്നറിയോ? ഇതൊന്നും അറിയില്ലെങ്കിൽ ചിലർ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ഈ കൂട്ടത്തിൽ ചേരാത്തൊരു സാധനം എന്നുള്ള പോലെ ചിലപ്പോൾ ടോട്ടിപൊട്ടൻസി എടുത്ത് എഴുതുകയാണെങ്കിൽ പോലും ആൻസർ എന്താണ്? ശരിയാണ് അല്ലെ. ആൻസർ ഏതാ വരിക? ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നതാണ്. പൊട്ടൻഷ്യൽ അല്ലെ, പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കഴിവ് മാക്സിമം കപ്പാസിറ്റി ആണ്. അപ്പൊ പൊട്ടൻസി എന്നാണ്. ടോട്ടിപൊട്ടൻസി ടോട്ടൽ ആയിട്ട് മാറാനുള്ള പൊട്ടൻസി ആണെന്ന് ആലോചിച്ചാൽ മതി. ടോട്ടൽ പ്ലാന്റ് ആയിട്ട് മാറാനുള്ള ഒരു പൊട്ടൻസിയാണ് ടോട്ടിപൊട്ടൻസി എന്നാണ് അതിന് പറയാം. ഓക്കെ, അപ്പൊ എക്സ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് മറക്കരുത്. എക്സ്പ്ലാന്റ് ഇതൊക്കെ ടിഷ്യൂ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് അല്ലെ. എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാൻ പാർട്ടാണ്. പ്ലാൻ പാർട്ട് അല്ലെങ്കിൽ അതിപ്പോ സെല്ലാവാം, ടിഷ്യൂ ആവാം. നമ്മൾ ടിഷ്യൂ കൾച്ചർ നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റിന്റെ ഏത് ഭാഗത്തിനെയാണ് ഉപയോഗിക്കുന്നത് ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പ്ലാന്റുകൾ എന്ന് പറയാം അല്ലെ. അതിനെ നമ്മൾ അഗാർ പോലെയുള്ള മീഡിയത്തിൽ മറ്റുള്ള ന്യൂട്രിയൻസ് അല്ലെ, MS മീഡിയം എന്നൊക്കെ പറയുന്ന ഒരുപാട് ന്യൂട്രിയൻസിന്റെ കേസൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് വളർന്ന് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആയി മാറും. ഈ കഴിവിനെ പറയുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി എന്നാണ് പറയാ അല്ലെ. ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ടേം ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മെരിസ്റ്റമാറ്റിക് ആയി നിൽക്കുന്ന സെൽസ് അല്ലെ. ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മെരിസ്റ്റം, ഡിവൈഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു മെരിസ്റ്റം ആ വിഭജന ശേഷി നഷ്ടപ്പെട്ട് പെർമനന്റ് സെൽസ് ആയി മാറുന്നതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ വിഭജന ശേഷി നഷ്ടപ്പെട്ട് പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭജന ശേഷി ഇല്ലാത്ത കോശങ്ങളായി മാറുന്നതിനെ ഡിഫറൻഷിയേഷൻ എന്നാണ് പറയാം. ഓക്കെ, ഡി ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പെർമനന്റ് ആയ അല്ലെ ആൾക്കാർ ഇതേപോലെ തിരിച്ചു വരുന്നത്. അതേപോലെ റീഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെയും ആ തിരിച്ചു വന്ന് വിഭജന ശേഷിയിലേക്ക് തിരിച്ചു വന്നവർ വീണ്ടും പഴയതുപോലെ ആയിട്ട് പൂർണ്ണ വളർച്ചയിലേക്ക് തന്നെ പോവാണ്, അല്ലെങ്കിൽ ഈ ശേഷി നഷ്ടപ്പെടുകയാണ്. അതിനെ റീഡിഫറൻഷിയേഷൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക. അപ്പൊ ഒരെണ്ണെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ളവര് അത് നഷ്ടപ്പെട്ട് വിഭജന ശേഷി നഷ്ടപ്പെടുന്നതിനെ ഡിഫറൻഷിയേഷൻ എന്നാണ് പറയാം. ഓക്കെ, അത് പോയിട്ട് ഈ പെർമനന്റ് ആയി മാറിയൊരു പിന്നെയും മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതിനെ നമ്മൾ ഡി ഡിഫറൻഷിയേഷൻ എന്ന് പറയാറുണ്ട്. പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. പിന്നെ ഇങ്ങനെ വന്നവര് പിന്നെ ഇതേപോലെ ആയിട്ട് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റീഡിഫറൻഷിയേഷൻ, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കുക. റെഡി? ക്ലിയർ? ഇവിടുത്തെ ആൻസർ ഇതൊന്നും അല്ല, ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നതാണ് ആൻസർ. ഈ സസ്യ ടിഷ്യൂ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ നോട്ട് ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിന്റെ പേരാണ്. പിതാവ് ആരാണ്? ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മൾ ഹേബർലാൻഡ് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഹേബർലാൻഡ്, യെസ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഗോട്ട്ലിബ് ഹേബർലാൻഡ് എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന ആള്. ഇനി റോബർട്ട് ഹുക്ക്, എന്തായാലും ഓപ്ഷനിലുള്ള മറ്റുള്ള ആൾക്കാരെ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണെന്നും ചിന്തിക്കാം. ഏതാണ്? കോശം കണ്ടെത്തിയ ആളാണ് അല്ലെ. കോശം കണ്ടെത്തി. അപ്പൊ സസ്യകോശം എന്നൊന്നും അല്ല എടുത്ത് ചോദിക്കാതെ കോശം കണ്ടെത്തിയത്. ആദ്യമായിട്ട് കോശം കണ്ടെത്തിയത് ആരാ എന്ന് ചോദിച്ചാലാണ് റോബർട്ട് ഹുക്ക്. 1665 ആണ്. വർഷം നോട്ട് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, കോശം കണ്ടെത്തിയതാണ്. അതേപോലെ റോബർട്ട് ഹുക്കിന്റെ ഒരു പുസ്തകത്തിന്റെ പേരുണ്ടായിരുന്നു മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ഒരു പുസ്തകം അല്ലെ, ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ആദ്യമായിട്ട് ഈ കോശങ്ങളെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയതാണ് റോബർട്ട് ഹുക്ക്. അതേപോലെ സൈറ്റോളജിന്റെ ഫാദർ ആണ് അല്ലെ. സൈറ്റോളജി അതിന്റെ ആരാണ്? പിതാവാണ്. കോശങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സൈറ്റോളജി എന്ന് പറയാ. അതിന്റെ പിതാവായിട്ടാണ് നമ്മൾ റോബർട്ട് ഹുക്കിനെ കണക്കാക്കുക. ആദ്യമായിട്ട് അല്ലെ ഒരു ഉണങ്ങിയ മരത്തടി മുറിച്ചപ്പോൾ ഒരു കോർക്ക് സെല്ലിനെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അപ്പൊ അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ സെൽസ് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത് അല്ലെ.
ഇനി അടുത്ത ആരാ? ഗ്രിഗർ മെന്റലിന്റെ പേരാണ് ഇവിടെ കാണുന്നത്. ഇതാരാ? ഫാദർ ഓഫ് ജനറ്റിക്സ് ആണ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ്, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവാണ് ഗ്രിഗർ മെന്റൽ അല്ലെ. പയറു ചെടിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പരീക്ഷണങ്ങൾ നടത്തിയത് എന്നറിയാം. പൈസം സെറ്റായിവം ചോദിക്കാറുണ്ട് അല്ലെ. പൈസം സെറ്റായിവം എന്ന് പറയുന്നതാണ് ഈ തോട്ടപ്പയർ എന്ന് പറയുന്ന പയറാണ്. അതിന്റെ സയന്റിഫിക് നെയിമാണ് പൈസം സെറ്റായിവം. അതിലാണ് അദ്ദേഹത്തിന്റെ ഹൈബ്രിഡൈസേഷൻ പരിപാടികളൊക്കെ നടത്തിയത്. മോണോ ഹൈബ്രിഡ് ക്രൂസ്, ഡൈ ഹൈബ്രിഡ് ക്രൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയല്ലേ. ഇനി ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനിതക ശാസ്ത്രം പോലെ നമ്മൾ മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. പരിണാമം അല്ലെ, പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പരിണാമമാണ്, എവല്യൂഷൻ അതിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാലാണ് ഫാദർ ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ പിതാവ്, പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ ചാൾസ് ഡാർവിനെയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. റെഡി അല്ലേ? അപ്പൊ റോബർട്ട് ഹുക്ക് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. സസ്യകോശം കണ്ടെത്തിയത് ആരാണ്? അല്ലെങ്കിൽ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ. സസ്യ ശരീരം എല്ലാ സസ്യത്തിന്റെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് MJ ഷ്ലീഡൻ ആണ് കേട്ടോ. MJ ഷ്ലീഡൻ എന്ന് പറയുന്ന ആളാണ്. MJ ഷ്ലീഡൻ ആണ് അങ്ങനെ പറഞ്ഞത്, കണ്ടെത്തിയത്. അത് 1838 എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും ജന്തുക്കളെ കാര്യം കൂടെ പറയല്ലേ. ജന്തു ശരീരം എല്ലാം കോശങ്ങളാൽ നിർമ്മിതം എന്ന് പറഞ്ഞത് ആരാണ്? തിയോഡോർ ഷ്വാൻ എന്ന് പറയുന്ന ആളാണ് കണ്ടെത്തിയത്. തിയോഡോർ ഷ്വാൻ. ഓക്കെ, 1839 അത് കണ്ടെത്തിയത്. 1839 കണ്ടെത്തിയത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഇനി 88 ഷ്ലീഡനെയും 89 തിയോഡോർ ഷ്വാനെയും കൂടെ നോട്ട് ചെയ്യുക. ഇവര് രണ്ടാളും കൂടെ ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം കണ്ടെത്തിയത് എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ ഇനി 1-2 വർഷം കൂടെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 കുഞ്ഞു വർഷങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഓർമ്മിക്കുകയാണെങ്കിൽ, ഇനി റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലെ. റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സമയത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യെസ്, ന്യൂക്ലിയസ് മർമ്മം കണ്ടെത്തിയ ആളാണ്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ റോബർട്ട് ബ്രൗൺ ആണ്. അത് 1831 എന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കോശ സിദ്ധാന്തം എന്ന് കേട്ടിട്ടുണ്ട്. കോശ സിദ്ധാന്തമാണ് സെൽ തിയറി അല്ലെ. കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി. അപ്പൊ അത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? അത് കണ്ടെത്തിയത് ആരാ എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? നമ്മളെ ഷ്ലീഡനും, സസ്യശരീരം കോശങ്ങളാൽ എന്ന് പറഞ്ഞ നമ്മളെ ഷ്ലീഡനും, പിന്നെ ആരാണ്? ഷ്വാനും കൂടിയാണ് അല്ലെ. ഷ്വാനാണ് ജന്തു ശരീരം. ഇങ്ങനെയാണ് ഓർമ്മിച്ചു വെക്കല്ലേ. ജന്തുക്കളെ നമ്മള് തീയിലിട്ടു എന്ന് പറയും. എവിടെയാണ് തീ ഉള്ളത്? തിയോഡോർ ഷ്വാനാണ്. അപ്പൊ ജന്തുക്കളെ തീയിലിട്ടു. നമ്മൾ അൽഫാമൊക്കെ തീയിലിട്ട് ചുട്ടുന്നതാണ് അല്ലെ. അപ്പൊ ജന്തുക്കളെ തീയിലിട്ടു എന്ന് പറയുമ്പോൾ തിയോഡോർ ഷ്വാൻ, ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതം. ഓക്കെ, റെഡി. അപ്പൊ സെൽ തിയറി കണ്ടെത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇവരെ രണ്ടാളെയാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ നമ്മളൊരു റുഡോൾഫ് വിർഷോന്റെ പേരും കൂടെ ഇവരെ കൂടെ ചേർത്ത് നോട്ട് ചെയ്യണം. റുഡോൾഫ് വിർഷോ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിർഷോ വരുന്നത്? ഓക്കെ, അദ്ദേഹം കോശ സിദ്ധാന്തത്തിനെ പരിഷ്കരിച്ച ആളാണ്. കോശ സിദ്ധാന്തം ഒന്ന് മോഡിഫൈ ചെയ്ത ആളാണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചു എന്നാണ് കാണാം. പരിഷ്കരിച്ചു എന്ന് നോട്ട് ചെയ്യാം. എങ്ങനെയാണ് പരിഷ്കരിക്കുക? ഓൾറെഡി ഉള്ള കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ജീവികളുടെയൊക്കെ അടിസ്ഥാന ഘടകം കോശമാണ് അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു നിലവിൽ കോശത്തിനെ പറ്റിയുള്ള 1-2 കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് മാത്രമാണ് കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാലാണ്. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് കോശ സിദ്ധാന്തം. പക്ഷെ ഇതേ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാണ്. എന്ത് പോയിന്റ് ആണ് ആഡ് ചെയ്തത്? ജസ്റ്റ് ഇങ്ങനെയാണ് കേട്ടിട്ടുണ്ടാവും. ഓംനിസ് സെല്ലുല ഈ സെല്ലുല, അതാണ് ഇദ്ദേഹം കൊണ്ടുവന്ന കൺസെപ്റ്റ് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മനസ്സിലാവുന്ന അർത്ഥത്തിലേക്ക് മാറ്റുവാണെങ്കിൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ കോശം ഉണ്ടാവുന്നു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ കോശം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇത്. ഓക്കെ, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ കോശം. ഒരു കോശം ഉണ്ടാവണമെങ്കിൽ ഓൾറെഡി ഒരു കോശം ഉണ്ടായിരിക്കണം. അത് വിഭജിച്ചേ ഉണ്ടാവുള്ളൂ. ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ ഇയാൾ എന്ത് പറയാനാന്ന് വിചാരിക്കും. പക്ഷെ അന്ന് അവരങ്ങനെ തെളിയിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളാണ്. അപ്പൊ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടും ഒരു വർഷമുണ്ട്. അപ്പൊ അതിൻ്റെത് 1858 എന്നുള്ളത് നോട്ട് ചെയ്യട്ടെ. ചിലപ്പോൾ 55 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ NCERT-ലൊക്കെ ഒരു വർഷം മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാം. പക്ഷേ എന്നാലും മാക്സിമം 58 കൺഫേം ചെയ്യുന്നതും. ഒരു SCERT ലെവൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് 58 ആണുള്ളത്. ചിലപ്പോൾ 58 ഇല്ലെങ്കിൽ മാത്രം 55 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാം. ഓക്കെ, റെഡി, ക്ലിയർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് കൂടെ നമ്മൾ വേറെ 1-2 ഒരുപാട് ആൾക്കാരെ, സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജീവമണ്ഡലത്തിലെ ഊർജത്തിന്റെ ആത്യന്തിക സ്രോതസ് ഏതാണ്? ജീവമണ്ഡലം,
ബയോസ്ഫിയർ അല്ലെ, ഭൂമിയിലെ ജീവൻ നിലനിൽക്കുന്ന എല്ലാ ഭാഗത്തിനെയാണ് നമ്മൾ ജീവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ എന്ന് പറയാം. അപ്പോ എവിടെയാണ്? ജലത്തിലുണ്ടെങ്കിൽ ഹൈഡ്രോസ്ഫിയർ അല്ലെ, വെള്ളത്തിൽ ജീവനില്ലേ നമുക്കറിയില്ലേ, അപ്പൊ ഹൈഡ്രോസ്ഫിയർ എന്നാണ് പറയാ അല്ലെ. ഇനി ലാൻഡിലുണ്ട്, വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയാം. ലാൻഡ് ഉണ്ട്, കര അല്ലെ, കരയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ലിത്തോസ്ഫിയർ എന്ന് പറയും. ലിത്തോസ്ഫിയർ, അവിടെ ഉണ്ട്, ജീവൻ നിലനിൽക്കുന്നുണ്ട്. ഇനി എയറിലുണ്ട് അല്ലെ, എയറിലുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? അറ്റ്മോസ്ഫിയർ എന്നാണ് പറയാ, അറ്റ്മോസ്ഫിയർ അല്ലെ. റെഡി അല്ലേ? അപ്പൊ അന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയാം, നമ്മുടെ അറ്റ്മോസ്ഫിയർ, ഇവിടെയൊക്കെ ജീവൻ നിലനിൽക്കുന്നു. അപ്പൊ എന്തായാലും ഈ ജീവൻ നിലനിൽക്കുന്ന നമ്മളെ ബയോസ്ഫിയറിലെ ആത്യന്തിക അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്താണ്? ആരാണ് എനർജിന്റെ സോഴ്സ്? ഉൽപാദകർ സൂര്യൻ, ഹരിത സസ്യങ്ങൾ ഇവയൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സസ്യങ്ങൾക്കാണ് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളത്, അവരെ ഊർജ്ജമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് അല്ലെ. അപ്പൊ അത് മൈൻഡിലുള്ളിടത്തോളം നമുക്ക് സസ്യങ്ങളാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് മൈൻഡ് പോകും. പക്ഷെ ആലോചിക്കേണ്ടത് ഇവിടുത്തെ എന്താ? ആത്യന്തികമാണ്, അൾട്ടിമേറ്റ് സോഴ്സ് എന്താ? സസ്യങ്ങൾക്കാണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയുള്ളത്. അതുകൊണ്ട് സസ്യങ്ങളെ തന്നെയാണ് നമ്മൾ ഉൽപാദകർ, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. പക്ഷെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിലും എന്ത് വേണം? സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശം അല്ലെ, സൂര്യപ്രകാശം, അതിൽ നിന്ന് കിട്ടുന്ന പ്രകാശോർജത്തിനെയാണ് അവരെന്താക്കി മാറ്റുന്നത്? പ്രകാശോർജത്തിനെയാണ് അവര് പ്രകാശ സംശ്ലേഷണം നടത്തി രാസോർജമാക്കി മാറ്റുന്നത്. ഓക്കെ, രാസോർജം. അപ്പൊ പ്രകാശോർജത്തിനെ രാസോർജമാക്കി മാറ്റുക എന്നതാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ ഊർജ്ജമാറ്റം. എന്താ എന്ന് ചോദിച്ചാൽ ഇതാണ് അല്ലെ. അപ്പൊ സസ്യങ്ങൾക്ക് ഇങ്ങനെ ആഹാരം ഉണ്ടാക്കണമെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടാവണം, എന്നാലേ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. സോ ഏറ്റവും അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് വെച്ചാൽ സൂര്യനാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഇനി സസ്യങ്ങളെ നമ്മൾ എന്ത് പറയും? സസ്യങ്ങളെ നമ്മൾക്ക് ഉൽപാദകർ എന്ന് വിളിക്കാം അല്ലെ. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് ഹരിത സസ്യങ്ങളെ പറ്റി തന്നെയാണ്. എന്തുകൊണ്ടാ പറയുന്നത്? ഉൽപാദകരാണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. കാരണം അവരാണ് പ്രകാശ സംശ്ലേഷണം നടത്തി സ്വന്തമായിട്ട് ആഹാരം ആദ്യം നിർമ്മിക്കുന്ന ആൾക്കാര്. അപ്പൊ ജന്തുക്കൾ അല്ലെ, സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്ന ആൾക്കാരും ഇൻഡയറക്റ്റ് ആശ്രയിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരൊക്കെ നമ്മൾ എന്താ പറയാ? ജന്തുക്കളെയൊക്കെ നമ്മൾ എന്താണ് പറയാ? കൺസ്യൂമേഴ്സ് എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ അല്ലെ, ഉപഭോക്താവ് എന്നാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത്. മറ്റുള്ള എല്ലാ, അപ്പം അത് സസ്യബുക്കായാലും മാംസബുക്കായാലും ആരായാലും അവരെയൊക്കെ നമ്മൾ ഉപഭോക്താക്കൾ എന്നാണ് പറയാ. അതിലെ തന്നെ പ്രാഥമിക ഉപഭോക്താവ്, ദ്വിതീയ ഉപഭോക്താവ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും അല്ലെ. ക്ലിയർ? ഇനി ആഹാര ശൃംഖലയിലെ ഒരു കണ്ണിയിൽ നിന്നും അടുത്ത കണ്ണിയിലേക്ക്, ഒരു ട്രോപ്പിക തലത്തിൽ നിന്നും അടുത്ത ട്രോപ്പിക തലത്തിലേക്കും പോകുമ്പോൾ ലഭ്യമാകുന്ന ഊർജത്തിന്റെ അളവ് ഡാഷ് ആണ്. ഇവിടെ ഡാഷ്, ഊർജത്തിന്റെ അളവിന് ഡാഷ് സംഭവിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? അളവിൽ എന്താണ് സംഭവം? ഊർജത്തിന്റെ അളവ് കൂടാണോ കുറയാണോ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എന്താ വേണ്ടേ? കുറവ്, കൂടുന്നു, മാറ്റമില്ല, ഇവയൊന്നുമല്ല. എന്താ ചെയ്യുന്നത്? ഊർജം. നമ്മൾ ഒരിക്കലും ആഹാര ശൃംഖലയ്ക്ക് ഒരുപാട് നീളം ഉണ്ടാവില്ല എന്ന് പറയും അല്ലെ. ഒരു 4-5 ലെവലിൽ അത് തീരും അല്ലെ. അപ്പൊ നമ്മൾ ട്രോപ്പിക്, ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ എന്നും പഠിക്കുന്ന നമ്മളെ ഫുഡ് ചെയിൻ എടുക്കുകയാണ് പുല്ല് അല്ലെ. ഇനി അതേപോലെ പുൽച്ചാടി, ദെൻ തവള, ദെൻ പാമ്പ് അല്ലെ. വേണമെങ്കിൽ ഇനി അവസാനം ഒരു വിഘാടകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒന്നാമത്തത് ഫസ്റ്റ് ആരാ? ട്രോഫിക് ലെവൽ എന്നാണ് പറയാ. ഫസ്റ്റ് ട്രോഫിക് ലെവൽ അല്ലെ, ട്രോഫിക് ലെവൽ എന്നാണ് പറയാ. ട്രോപ്പിക തലം അല്ലെങ്കിൽ പോഷണ തലം, മലയാളമാണ് പോഷണ തലം എന്നാണ് പറയാ. അപ്പൊ ഒന്നാമത്തെ എപ്പോഴും പ്ലാന്റ്സ് ആയിരിക്കും എന്നറിയാം. രണ്ടാമത്തെ T2 എന്ന് പറഞ്ഞാൽ ആരാ? സസ്യബുക്കുകളാണ് അല്ലെ. സസ്യബുക്കുകളായിട്ടുള്ളവരാണ് രണ്ടാമത് ഉണ്ടാവുക. ഇത് T3 ആണ്, ഇത് T4 ആണ്. അപ്പൊ ഇങ്ങനെ T5 ഇത്രയൊക്കെ വരുള്ളൂ അല്ലെ. ഇതോടുകൂടി കഴിയാണ്. കാരണം ഭക്ഷ്യശൃംഖലയ്ക്ക് അധികം നീളമില്ല എന്ന് പറയാൻ കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശത്തെ മുഴുവൻ എനർജി ഒന്നും ഉപയോഗിക്കാനുള്ള കഴിവില്ല. വളരെ കുറച്ചാണ് അല്ലെ, വളരെ കുറച്ച് ഒരു ശതമാനത്തിന്റെ അടുത്തോളൊക്കെയാണ് സസ്യങ്ങൾ വലിച്ചെടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കി തുടങ്ങുന്നത്. ആ സസ്യങ്ങൾക്ക് കിട്ടുന്നതിന്റെ ജസ്റ്റ് ഒരു 10% എനർജിയാണ് അടുത്ത ആൾക്കാർക്ക് കിട്ടുക. സസ്യങ്ങൾ ഉപയോഗിച്ച് ബാക്കി വരുന്നതിന്റെ 10%. ഇനി ഇവരുണ്ടാക്കുന്നതിന്റെ ഒരു 10% ഇവർക്ക് കിട്ടുക. ഇവർക്കുള്ളത് ഒരു 10%. ഇങ്ങനെ ഓരോ ലെവൽ ഒരു 10% വെച്ചിട്ട് ഇങ്ങനെ പോവുകയുള്ളൂ അല്ലെ. അപ്പോഴേക്കും അത് തീർന്നു പോകും, വേഗം തീർന്നു പോവാണ് ചെയ്യുക. സോ ആൻസർ എന്താണ്? കുറവ്. ഓക്കെ, ആ 10% ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് പറയാ? ലിൻമാൻസ് 10% ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലോ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഓരോ ആഹാര ശൃംഖലയിലെ ഓരോ തലത്തിലേക്ക് പോകുമ്പോഴും ആ ജീവി ഉണ്ടാക്കുന്ന ഊർജ്ജത്തിന്റെ വെറും 10% മാത്രമാണ് അടുത്തടുത്ത ലെവലിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ആൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു 10,000 ജൂൾ ആണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. 10,000 ജൂൾ ആണ് എനർജി. അപ്പൊ അടുത്ത ലെവലുള്ള ആൾക്ക് എത്രയേ കിട്ടുള്ളൂ? 1000 ജൂൾ ആണ് വരിക അല്ലെ. അടുത്ത ആൾക്കോ 100 ജൂൾ ആണ്, പിന്നെയുള്ള ആൾക്കോ 10 ജൂൾ ആണ്, പിന്നെ 1 ജൂൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ തീർന്നു പോവാണ്, വേഗം തീരും. അപ്പോൾ ഊർജം എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ ഈ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഉപയോഗിക്കുന്നതനുസരിച്ച് എന്താ ചെയ്യുക? തീരാണ് ചെയ്യുന്നത്. സോ ആൻസർ കുറവ് അല്ലെ, കുറവ് എന്നതാണ് ആൻസർ. ദെൻ അടുത്തത്
മെറ്റാഫേസിൽ ക്രോമസോമുകൾ നിരനിരയായി ക്രമീകരിച്ചിരിക്കുന്ന പ്രതലത്തെ വിളിക്കുന്ന പേരെന്താണ്? മെറ്റാഫേസ്, പ്രോഫേസ്, അനാഫേസ് എന്നൊക്കെ പറഞ്ഞാൽ കോശ വിഭജനം, അതിന്റെ മർമ്മ വിഭജനം, കാരിയോകൈനസിസുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അപ്പൊ മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട ഡയഗ്രം ആണ്. രണ്ട് പോൾസ് ഒന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് വളരെ ക്ലിയർ ആയി വന്നിട്ടുണ്ടായിരിക്കണം. ക്രോമസോംസ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം അല്ലെ. ക്രോമസോംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഈ പ്ലേറ്റ് അല്ലെ, ഇതൊരു പ്ലേറ്റ് ആണ്. കറക്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് എന്ത് പറയാ? മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയാം. ഓക്കെ, സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് ക്രോമസോമിനോട് അറ്റാച്ച് ചെയ്യാണ്. ക്രോമസോമിന്റെ എവിടെയാണ്? കൈനറ്റോകോർ അല്ലെ. കൈനറ്റോകോർ എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? സ്പിൻഡിൽ ഫൈബറിന്റെ മലയാളം എന്താ? കീലതന്തുക്കൾ ആ കൈനറ്റോകോർ എന്ന് പറയുന്ന ഭാഗത്താണ് അറ്റാച്ച് ചെയ്യുക. സെൻട്രോമിയറിന്റെ മുകളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ സെൻട്രോമിയറിന്റെ അടുത്ത് കാണുന്ന ഡിസ്ക് പോലത്തെ ഷേപ്പിലുള്ള ഒരു ഭാഗമുണ്ട് കൈനറ്റോകോർ. അവിടെയാണ് കീലതന്തുക്കൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു മെറ്റാഫേസിന്റെ പ്രത്യേകത അല്ലെ. ക്രോമസോംസ് എല്ലാം ഇങ്ങനെ ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യാണ്. ദാറ്റ് അറേഞ്ച്മെന്റ് ഇസ് കോൾഡ് മെറ്റാഫേസ് പ്ലേറ്റ്. ഓക്കെ, മെറ്റാഫേസ് പ്ലേറ്റ് എന്നാണ് പറയാം. ഇനി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ന്യൂക്ലിയോലസും ന്യൂക്ലിയാർ സ്തരവും അപ്രത്യക്ഷമാകുന്ന ക്രമഭംഗത്തിന്റെ ഘട്ടമാണ് പ്രോഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്, റെഡിയാണോ? നമ്മൾ പഠിക്കുന്നതാണ് പ്രോഫേസിൽ അല്ലെ. ക്രൊമാറ്റിൻ ജാലിക കുറുകിത്തടിച്ച് ക്രോമസോമായി മാറുന്നു. ന്യൂക്ലിയോലസും ന്യൂക്ലിയാർ സ്തരവും ഒക്കെ അപ്രത്യക്ഷമായി തുടങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്. അപ്പൊ പ്രോഫേസിന്റെ അവസാനം ആകുമ്പോഴേക്കും അവരെന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് പോകും അല്ലെ. ഇനി മർമ്മ വിഭജനത്തിന് ശേഷം കോശദ്രവ്യം വിഭജിക്കുന്ന പ്രവർത്തനമാണ് സൈറ്റോകൈനസിസ്. വളരെ ശരിയാണ്. മർമ്മ വിഭജനത്തിന് പറയുന്ന പേര് കാരിയോകൈനസിസ് അല്ലെ. കാരിയോകൈനസിസ് എന്നാണ് പറയാ. അതിനുശേഷമുള്ളതാണ് സൈറ്റോകൈനസിസ്. കോശ വിഭജനത്തെ സഹായിക്കുന്ന ഒരു കോശാംഗമാണ് മൈറ്റോകോൺട്രിയോൺ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മൈറ്റോകോൺട്രിയോൺ ഊർജ്ജം കൊടുക്കുന്ന ആളൊക്കെ ആണെങ്കിലും കോശ വിഭജന സമയത്ത് ആവശ്യമുള്ളത് സെൻട്രിയോൾ എന്ന് പറയുന്ന സാധനമാണ്. സെൻട്രിയോൾ എന്ന് പറയുന്ന കോശാംഗം അല്ലെ. അല്ലെങ്കിൽ സെൻട്രോസോം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിയാണ്. സെൻട്രോസോം അല്ലെങ്കിൽ സെൻട്രിയോൾ, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമല്ല, ശരിക്കും രണ്ട് സെൻട്രിയോളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ സെൻട്രോസോം എന്ന് പറയാം. അപ്പൊ എന്തായാലും ഈ രണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. കാരണം പ്രോഫേസ് തന്നെ സെൻട്രോസോമും വിഭജിച്ച് രണ്ട് സെൻട്രിയോളിന്റെ കഷ്ണങ്ങളായി മാറി രണ്ട് ധ്രുവങ്ങളിലേക്കും പോകും. പിന്നെ അവിടെ നിന്നാണ് കീലതന്തുക്കളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ കീലതന്തുക്കളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നത് സെൻട്രിയോളുകളാണ്. അതും എവിടെയാണ്? ജന്തുകോശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ജന്തുകോശങ്ങൾക്കാണ് ഈ സഹായം കിട്ടുന്നത്. സസ്യകോശത്തിൽ സെൻട്രോസോം ആബ്സെന്റ് ആണ്. പക്ഷേ ഇതുവരെ ഇല്ലാതെ തന്നെ കീലതന്തുക്കൾ ഉണ്ടാക്കാനുള്ള കഴിവായിരിക്കുന്നുണ്ട് സസ്യകോശങ്ങൾക്കുണ്ട്. ഒരു കോശ വിഭജനത്തിന് ശേഷം അടുത്ത കോശ വിഭജനം പൂർണ്ണമാകുന്നത് വരെയുള്ള പീരീഡാണ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? റെഡിയാണ് അല്ലേ? അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് അടുത്ത കുറേ മാറ്റങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സെൽ സൈക്കിൾ. ഒരു കോശ വിഭജനത്തിന് ശേഷം അടുത്ത കോശ വിഭജനം പൂർണ്ണമാകുന്നത് വരെയുള്ള ഒരു പീരീഡാണ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ തന്നേല് ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിയാണ് അല്ലെ. അപ്പൊ തെറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? മൂന്നാമത്തേലാണ് ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടത്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. യൂക്യാരിയോട്ടുകളിൽ ഒരു കോശത്തിലെ ക്രോമസോമുകളെ രണ്ട് സമാന ഗണങ്ങളായി വേർപെടുത്തി പുതിയ രണ്ട് പുത്രികാ മർമ്മങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? യൂക്യാരിയോട്ടുകളിൽ ഒരു കോശത്തിലെ ക്രോമസോമുകളെ രണ്ട് സമാന ഗണങ്ങളായി വേർപെടുത്തി രണ്ട് പുത്രികാകോശം. എവിടെയാണ് രണ്ട് പുത്രികാകോശം? ഒരു കോശത്തിനെ വിഭജിച്ച് രണ്ടെണ്ണം ഉണ്ടാവുന്നു എന്ന് പറയുമ്പം അതേതാണ്? മൈറ്റോസിസ് ആണോ മിയോസിസ് ആണോ എന്ന് നോക്കിയാൽ ഏതാണ്? മൈറ്റോസിസ് ആണ്. ദാറ്റ് ഈസ് ക്രമഭംഗം. ഓക്കെ, ക്രമഭംഗം. ഊനഭംഗത്തില് എത്ര ഉണ്ടാവും? ഒന്ന് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും, പിന്നെയും അവർ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് 4 ഉണ്ടാവും അല്ലെ. 4 ഉണ്ടാവും ഊനഭംഗത്തില്. ടീലോഫേസിൽ നടക്കുന്ന പ്രവർത്തനം ഏത്? ടീലോഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് കേട്ടതാണ്. സ്പിൻഡിൽ തന്തുക്കൾ അപ്രത്യക്ഷമാകുന്നു. ക്രൊമാറ്റിഡുകൾ ചുരുളഴിഞ്ഞ് തന്തുക്കളായി മാറുന്നു. ന്യൂക്ലിയാർ സ്തരവും മർമ്മകവും രൂപപ്പെടുന്നു എന്നാണ് കൊടുത്തത്. സ്പിൻഡിൽ തന്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെയാണ് അല്ലെ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞ്. ഒരു കോശ വിഭജനത്തിന്റെ അവസാന ഘട്ടമാണ് ടീലോഫേസ് എന്ന് പറയുന്നത്. കോശ വിഭജനത്തിലെ മർമ്മ വിഭജനത്തിന്റെ അവസാനത്തെ സ്റ്റേജാണ് ടീലോഫേസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്? കൃത്യമായിട്ട് ഈ പോൾസ് എന്ന് വരുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ പോവാണ് അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തും രണ്ട് ന്യൂക്ലിയസ് ആയി പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്ന ഘട്ടമാണ് ടീലോഫേസ്. സ്പിൻഡിൽ തന്തുക്കൾ അപ്രത്യക്ഷമാവും. ശരിയാണ്. അത് മെറ്റാഫേസും കഴിഞ്ഞ് അനാഫേസും കഴിയുമ്പോഴേക്ക് പോവാണ്. അനാഫേസ് കഴിഞ്ഞാൽ പിന്നെ ടീലോഫേസിലേക്കില്ല. ക്രൊമാറ്റിഡുകൾ ചുരുളഴിഞ്ഞ് തന്തുക്കളാവുന്നു. യെസ്. അപ്പൊ ക്രോമസോമിന്റെ ക്രൊമാറ്റിഡ് ഭാഗങ്ങൾ ഇതുപോലെ എന്താവാണ്? പ്രോഫേസിലുള്ളത് പോലെ ആയി മാറും അല്ലെ. ന്യൂക്ലിയാർ സ്തരവും മർമ്മകവും രൂപപ്പെടുന്നു. ശരിയാണ്.
ഒന്നാമത്തെ പ്രോഫേസിൽ പോയവരൊക്കെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ടീലോഫേസിന് അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, ആന്റി പ്രോഫേസ് എന്നാണ് പറയുന്നത് അല്ലെ, ആന്റി പ്രോഫേസ്. കാരണം പ്രോഫേസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മൾ ആന്റി പ്രോഫേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്, 1, 2, 3 സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം തന്നെ എന്താണ്, ശരിയാണ്. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? അപ്പം എന്തായാലും ഇന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും, എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക, ഈസി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.